ഹലോ നമസ്കാരം. ഈ ബുക്ക് കണ്ടോ? ഇത് ഡോക്ടർ അംബേദ്കറിൻ്റെ ശശി തരൂർ എഴുതിയ ഒരു ബുക്കാണ് കേട്ടോ. അംബേദ്കർ എ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്തൊരു സെൻറ്റൻസ് 102-ാമത്തെ പേജിൻ്റെ ഒരു സെൻറ്റൻസ് ഉണ്ട്. ആ ഒരു സെൻറ്റൻസാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സെൻറ്റൻസ് ഇങ്ങനെയാണ്: മെറിറ്റ് ഹി ഇൻസിസ്റ്റഡ് വാസ് ദ ഓൺലി വർത്ത് വൈൽ ക്രൈറ്റീരിയ ടു എൻഷുർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ മെറിറ്റ് മാത്രമാണ് പരിഗണിക്കേണ്ട മാനദണ്ഡം. അങ്ങനെ കഷ്ടപ്പെട്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ കയറിയ ഒരു കുട്ടിയാണ് ആത്മഹത്യ ചെയ്ത് ഇന്ന് ഈ ലോകത്ത്. ആ ചെറുക്കനില്ല, നിതിൻ രാജ്. ആ കൊച്ചില്ല ഈ ലോകത്ത്. 80 വർഷങ്ങൾക്ക് ഇപ്പുറവും അംബേദ്കർ സ്വപ്നം കണ്ട മെറിറ്റ് ഓൺലി എന്ന ക്യാമ്പസുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടോ? വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നുണ്ടോ? പേടിയില്ലാതെ ജാതി, മതം, വർഗം, വർണ്ണം, നിറം ഇതിൻ്റെ ഒന്നും ടാഗ് ലൈൻ ഇല്ലാത്തൊരു വിദ്യാഭ്യാസം നമ്മുടെ ഈ ഇന്ത്യയിലുണ്ടോ? അപ്പോഴാണ് സുരക്ഷിതമായ വിദ്യാഭ്യാസം, അല്ലേ? സുരക്ഷിതമായിട്ടുള്ള അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ നിതിൻ രാജ്, സിദ്ധാർത്ഥൻ ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടായേനെ. നഷ്ടപ്പെട്ടത് അവരുടെ വീട്ടുകാർക്ക് മാത്രമാണ്. ഇപ്പോഴും സിദ്ധാർത്ഥന്മാരും നിതിൻ രാജും എല്ലാവരും പല വേഷങ്ങളിൽ പല ഭാവങ്ങളിൽ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെ സഫർ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. അൺടച്ചബിലിറ്റി എന്നുള്ളത് ഒരു നിഴലാട്ടം ഇപ്പോഴും നമ്മുടെ അടുത്തുണ്ട്. ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. 100%, 100% കേരള ലിറ്ററസി സാർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാസ്റ്റിൻ്റെ പീക്ക് എന്നുള്ളൊരു സാധനം നിങ്ങൾക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിനപത്രത്തിൻ്റെ വധുവരന്മാരെ ആവശ്യമുണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കുക. നമ്മുടെ ജാതി, മതം, വർഗം, വർണ്ണത്തിൻ്റെയൊക്കെ ആ ഒരു പീക്ക് സാധനം അവിടെ കാണാം. അതാണ് 100% ഓഫ് ലിറ്ററസി. ശരിക്കും അതൊരു മാസ്കാണല്ലേ? നമ്മുടെ മലയാളികൾ തന്നെ നമുക്കിട്ട ഒരു മാസ്കാണ് 100% ഓഫ് ലിറ്ററസി. വർണ്ണമോ വർഗമോ ജാതിയോ നിറവോ ഇതൊന്നും ഇല്ലാത്ത ക്ലാസ് മുറികളായിരുന്നു അംബേദ്കർ സ്വപ്നം കണ്ടത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അംബേദ്കറിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അംബേദ്കർ ജയന്തി വരുമ്പോഴത്തേനും നമ്മൾ ജസ്റ്റ് കലണ്ടർ വായിച്ച് കളയാതെ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന തലമുറയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ചും ഇപ്പോൾ ഉള്ള തലമുറകളുടെ മാനസിക സ്ഥിതി മാറ്റാൻ ചിലപ്പം സാധ്യമായേക്കും. എനിക്കറിഞ്ഞൂടാ. നിഴലാട്ടങ്ങൾ ഇനിയും നിഴലാടിക്കൊണ്ടിരിക്കുമോ? അറിയില്ല. ആകുമായിരിക്കും, ആടിക്കൊണ്ടിരിക്കുമായിരിക്കും. ശരിക്കുണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ കഴിവെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ജാതിയല്ല. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അളവുകോൽ എന്ന് പറയുന്നത് ജാതിയല്ല, പെരുമാറ്റമാണ്. അവനാണെന്നോ പെണ്ണെന്നോ ജാതി ഏതാ, നിറവേതാ, വർഗവേതാ, വർണ്ണവേതാ, നോ. അങ്ങനെ അതിനെ സ്റ്റാൻഡേർഡ് ആക്കരുത്. അങ്ങനെ സ്റ്റാൻഡേർഡ് ആക്കിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിതിന്മാരുണ്ടാകും, സിദ്ധാർത്ഥന്മാരുണ്ടാകും. എനിക്കെന്തോ പറയണമെന്ന് തോന്നി. പാവം നിതിന് നീതി ലഭിക്കട്ടെ. ഇനിയും സിദ്ധാർത്ഥന്മാരും നിതിന്മാരും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.